ഹായ് നമസ്കാരം. ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മെഗാ കോണ്ടസ്റ്റ് RCB vs പഞ്ചാബ് ക്വാളിഫയർ 1. അതായത് ഈ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കുന്ന ടീം നേരെ ഫൈനലിലേക്ക് എത്തുകയാണ്. മുല്ലൻപൂരിലാണ് മാച്ച്. അതായത് പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പഞ്ചാബ് ഇവിടെ മൊത്തം 4 മാച്ച് കളിച്ചതിൽ 2 മാച്ച് പഞ്ചാബ് ജയിച്ചിട്ടുണ്ട്, 2 മാച്ച് പഞ്ചാബ് പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയപ്പെട്ടതിൽ ഒന്ന് RCB ആയിട്ട് ആണ് എന്നുള്ളത് RCB സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ മുല്ലൻപൂരിലെ പിച്ച് കണ്ടീഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പിച്ച് കണ്ടീഷൻസ് ആണെന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു സീസണിൽ 4 മാച്ച് നടന്നു എന്ന് പറഞ്ഞില്ല. ഈ 4 മാച്ചിലും പല സ്കോറാണ്. 2 മാച്ചിൽ ഒരു മാച്ചിൽ 205 റൺസ് അടിച്ചിട്ടുണ്ട് RRആയിട്ട്. അത് പഞ്ചാബ് vs RR മാച്ചാണ്. ഒരു CSK ആയിട്ടുള്ള പഞ്ചാബിൻ്റെ മാച്ചിൽ 219 ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊൽക്കത്തയുമായിട്ടുള്ള ഒരു മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലോ സ്കോറിംഗ് മാച്ചായിരുന്നു. പഞ്ചാബ് 211 അടിച്ചിട്ട് അത് ഡിഫെൻഡ് ചെയ്ത് പഞ്ചാബ് ജയിക്കാനുണ്ടായത്. ഇനി വേറൊരു മാച്ചിൽ RCB ആയിട്ടുള്ള മാച്ചിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം 157 അടിച്ചത്. സോ അത് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ലോ സ്കോറിംഗ് ആണോ ഒരു ഹൈ സ്കോറിംഗ് ആണോ എന്ന് പറയാൻ പറ്റാത്ത രീതി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പിച്ച് കണ്ടീഷനാണ് മുല്ലൻപൂരിലുള്ളത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീമാണ് കൂടുതൽ ജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സെക്കൻഡ് ബാറ്റ് ചെയ്ത ടീം ഒരു പ്രാവശ്യം ജയിച്ചിട്ടുള്ളത്. അത് RCB ആണ് ചേസ് ചെയ്ത് പഞ്ചാബുമായിട്ട് ജയിച്ചത്. അപ്പോൾ എന്തായാലും ഇതൊരു ക്വാളിഫയർ ആണ്. അതുകൊണ്ട് തന്നെ അവർ അത്യാവശ്യം നല്ല പിച്ച് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു സ്കോർ വരുന്ന പിച്ച് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു സ്കോർ വന്നാലേ കാണുന്ന നമുക്കും അതുപോലെ തന്നെ കളിക്കുന്നവർക്കും ഒക്കെ ഉള്ളൊരു മജ ഉള്ളൂ. എന്തായാലും നമുക്ക് ടീമുകളിലേക്ക് വരാം. ആദ്യം തന്നെ പഞ്ചാബിലേക്ക് വരാം. പഞ്ചാബ് ഒരു കളി ജയിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ക്വാളിഫയറിലേക്ക് വരുന്നത്. ഇവരുടെ ടീമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ചാഹൽ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഇവരുടെ ഒരു പ്ലേയിങ് 11, ഒരു പ്രോബബിൾ പ്ലേയിങ് 11 നോക്കിക്കൊണ്ട് നമുക്ക് ടീമിലേക്ക് ഡിസ്കസ് ചെയ്യാം. പ്രിയൻ ചാരിയ, പ്രഭ് സിമ്രാൻ, ജോഷ് ഇംഗ്ലീഷ്, ശ്രേയസ് അയ്യർ, നേഹൽ വധേര, ശശാങ്ക് സിംഗ്, മാർക്കസ് സ്റ്റോയിനിസ്, ഒമർ സായി, ജാമിസൺ, ബ്രാർ, അർഷ്ദീപ്, യുഷേന്ദ്ര ചാഹൽ ഇമ്പാക്ട് സബ്ബായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ടീമിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്ന ഒരുപക്ഷെ അസമത്തുള്ള ഉമർ സായിക്ക് പകരം ഒരുപക്ഷെ വൈശാഖ് കളിച്ചേക്കാം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു വ്യത്യാസം വരാനുള്ളൊരു ചാൻസ്. അപ്പോൾ ഇതാണ് പഞ്ചാബിൻ്റെ ഒരു ടീം. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ബാറ്റിങ്ങിൻ്റെ ഡെപ്താണ്. ഇവരുടെ അൺക്യാപ്ഡ് പ്ലേയേഴ്സിൻ്റെ ഒരു സമ്മേളനം തന്നെയാണ്. സീനിയർ പ്ലേയേഴ്സ് ആയിട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ശ്രേയസ് അയ്യറാണ് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാപ്ഡ് പ്ലെയർ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമായിട്ട് പോലും ഇവരുടെ ബാറ്റിംഗ് ഡെപ്ത് അപാരമാണ്. ഓപ്പണിംഗ് പെയർ അത്യുഗ്രനായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സീസണിൽ. അവർ ഏകദേശം 800 റണ്ണിന് മുകളിൽ ഈ ഒരു ഓപ്പണിംഗ് പെയർ സ്കോർ ചെയ്ത് കഴിഞ്ഞു ഈ സീസണിൽ. അതുകൊണ്ട് തന്നെ അതൊരു സ്ട്രോങ് ബേസ് പഞ്ചാബിന് കൊടുക്കാനായിട്ട് ആ ഒരു ഓപ്പണിംഗ് പെയറിന് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ശ്രേയസ് അയ്യർ, അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീഷ്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടു ഒരു മസ്മറൈസിങ് ഇന്നിങ്സ്, ഒരു എന്താ പറയുക എക്സലൻറ്റ് ഇന്നിങ്സ് ജോഷ് ഇംഗ്ലീഷ് കളിച്ചു. അപ്പോൾ അതുപോലൊക്കെ ഉള്ളൊരു മാച്ച് വിന്നിങ്സായിട്ട് ഒരു മാച്ച് തന്നെ പുൾ ഓഫ് ചെയ്ത് എടുക്കാനുള്ള രീതിയിലുള്ള ഇന്നിങ്സ് കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അതുപോലെ നേഹൽ വധേര, ദ യങ് പ്രോമിസിങ് പ്ലെയർ, പുള്ളി നന്നായിട്ട് ഈ ഒരു സീസണിൽ കളിക്കുന്നുണ്ട്. ശശാങ്ക് സിംഗ്, അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോയിനിസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിനിഷിങ് ഈ 2 പേര്. അങ്ങനെ നോക്കുമ്പോൾ നല്ല ഡെപ്ത് ഉള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് പഞ്ചാബിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പിന്നീട് ഇവരുടെ ഒരു സ്പിൻ ഡുവോ, അതായത് ഹർപ്രീത് ബ്രാർ ഈ ഒരു ടീമിലേക്ക് വന്നതിന് ശേഷം അത്യാവശ്യം നല്ല പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ RCB ഒരു റൈറ്റ് ഹാൻഡഡ് ഡോമിനേറ്റഡ് ബാറ്റിംഗ് സൈഡ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹർപ്രീത് ബ്രാർ ഒരു കീ ആയിട്ടുള്ളൊരു ബോളർ തന്നെയായിരിക്കും. പോരാത്തതിന് മുല്ലൻപൂരിൽ അത്യാവശ്യം സ്പിന്നിനെ നന്നായിട്ട് സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹർപ്രീത് ബ്രാർ ക്രൂഷ്യലായിട്ടുള്ളൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ ചാഹൽ തിരിച്ച് ടീമിലേക്ക് കൂടെ വരുമ്പോഴത്തേക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്പിൻ ഡ്യുവോ അവരെ സംബന്ധിച്ചുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മൈനസ് വരാൻ പോകുന്നത് യാൻസൻ്റെ അഭാവമാണ്. യാൻസൺ അത്യാവശ്യം ബോളിങ്ങും അതുപോലെ തന്നെ ഒരു ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ അവർക്കൊരു ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അവർക്ക് നല്ലൊരു പെർഫോമൻസ് കൊടുത്തൊരു പ്ലെയറാണ്. യാൻസൺ ഇല്ലാതിരിക്കുന്നത് തീർച്ചയായിട്ടും പഞ്ചാബിനെ സംബന്ധിച്ച് ഒരു മൈനസാണ്. പക്ഷേ ഈ ഒമർ സായി അത്യാവശ്യം ആ ഒരു ഗ്യാപ്പ് അടയ്ക്കാൻ പറ്റുന്ന ഒരു ഓൾറൗണ്ടറാണ്. അവർ വൈശാഖിനെ അല്ല ഒമർ സായി ആണ് കളിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ പഞ്ചാബിനെ സംബന്ധിച്ച് വിറയിക്കുന്ന ഒരു കാര്യമാണ് ശ്രേയസ് അയ്യറിൻ്റെ മുല്ലൻപൂരിലെ പെർഫോമൻസ് ഈ സീസണിൽ അത്ര മികച്ചതല്ല. തീരെ റൺ അടിച്ചിട്ടില്ല. അതും ഒരു പ്രശ്നമാണ്. എന്തായാലും നമുക്ക് നേരെ RCBയിലേക്ക് വരാം. RCBയിൽ എന്താണ്, ജോഷ് ഹേസൽവുഡ് ഈസ് കമ്മിങ് ബാക്ക്. അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് RCBയെ സംബന്ധിച്ച്. അത് ചെറിയ പോസിറ്റീവ് ഒന്നുമല്ല, വലിയൊരു പോസിറ്റീവാണ്. കഴിഞ്ഞ 2 മാച്ചിൽ RCB നമ്മൾ കണ്ടു 200-ന് മുകളിൽ കൂറ്റൻ സ്കോർ എതിരാളികൾക്ക് കൊടുത്ത് വളരെ പൂറായിട്ടുള്ള ബോളിംഗ് പെർഫോമൻസ് RCB കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടു. സോ ഹേസൽവുഡ് കമ്മിങ് ബാക്ക് ഈസ് എ ബിഗ് ന്യൂസ്. അത് RCB ടീമിനെ സംബന്ധിച്ചാലും ഫാൻസിനെ സംബന്ധിച്ചാലും എല്ലാം അങ്ങനെ തന്നെയാണ്. വെറി ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് ഉള്ളത്, ടിം ഡേവിഡ് കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ കളിച്ച് വളരെ സാധ്യത കുറവാണ് ടിം ഡേവിഡ് കളിക്കാനായിട്ട്. അതൊരു വലിയ മൈനസ് പോയിൻ്റ് തന്നെയാണ്. കഴിഞ്ഞ മാച്ച് നമ്മൾ കണ്ടു ലിവിങ്സ്റ്റൺ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല.
സോ ഈ ഒരു മാച്ചിൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് RCBക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ലിവിങ്സ്റ്റണിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈഫാർഡ് എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്, പുള്ളിയെ കളിപ്പിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ബാറ്റിംഗ് ഓർഡറിൽ കുറച്ച് ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടി വരും. കാരണം ഈ സൈഫാർഡ് എന്ന് പറയുന്നത് ടോപ്പ് ഓർഡർ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അപ്പോഴത്തേക്ക് ഈ മായങ്ക് അഗർവാളോ അല്ലെങ്കിൽ എന്താ പറയുന്നത് പട്ടീദറൊക്കെ താഴേക്ക് ഇറങ്ങി കളിക്കേണ്ടി വരും. സോ അങ്ങനെ ഒരു മൂവ്മെൻറ്റിലേക്ക് RCB പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ മോസ്റ്റ് പ്രോബബ്ലി ലിവിങ്സ്റ്റൺ തന്നെ ആയിരിക്കും കളിക്കുന്നത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മാച്ചിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്ത് തുഷാരെ കണ്ടിന്യൂ ചെയ്യിക്കണം ഹേസൽവുഡിൻ്റെ കൂടെ എന്നുള്ള രീതിയിൽ ഒരുപാട് എക്സ്പേർട്സും നമുക്കെല്ലാവർക്കും RCB ഫാൻസ് ആയിട്ടുള്ളവർക്ക് ഒരു അഭിപ്രായമുള്ള കാര്യമാണ് രണ്ടുപേരും ഒരുമിച്ച് കളിക്കണമെന്നുള്ളത്. അങ്ങനെ കളിക്കുമ്പോഴത്തേക്ക് വേറൊരു പ്രശ്നമുള്ളത്, അപ്പോൾ ലിവിങ്സ്റ്റൺ പുറത്തിരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ഒരു ഇന്ത്യൻ ബാറ്റർ വരേണ്ടി വരും. വീണ്ടും കോമ്പിനേഷനിൽ ഒരു പ്ലേ ഓഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ കോമ്പിനേഷനിൽ വരുന്ന ഒരു മാറ്റം ഒരുപക്ഷെ ടീമിൻ്റെ ഒരു ബാലൻസ് തന്നെ ഒരുപക്ഷെ കളഞ്ഞേക്കാം. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ RCB അത് ചെയ്യാനായിട്ട് സാധ്യത കുറവാണ്. എന്തായാലും അതിന് RCBക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനം അങ്ങനെയുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ജോഷ് ഹേസൽവുഡ് തന്നെയാണ് RCBയെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. എന്തായാലും ബാറ്റിംഗ് ആണ് RCBയുടെ മറ്റൊരു സ്ട്രെങ്ത്. അതായത് ഓപ്പണിംഗ് പ്ലെയർ സോൾട്ട്, വിരാട് കോഹ്ലിയാണ് RCBയുടെ നട്ടെല്ല്. അതാണ് ഇപ്പോൾ ഈ ഒരു സീസണിൽ മൊത്തം ഈ ഒരു സീസണിലാണെങ്കിൽ അല്ല, നമ്മൾ കഴിഞ്ഞ 17 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് RCBയുടെ നട്ടെല്ല് വിരാട് കോഹ്ലി തന്നെയാണ്. ഇപ്പോഴും ആ മനുഷ്യൻ റണ്ണടിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ പോലും ആ ഒരു ബേസ്മെൻറ്റ് ഇട്ട് തന്നത് വിരാട് കോഹ്ലിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി റണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിരാട് കോഹ്ലി ആ ഒരു സ്ട്രോങ് പെർഫോമൻസ് ഇനിയുള്ള മാച്ചുകളിൽ കൊടുത്താലേ RCB കപ്പടിക്കാനായിട്ട് അത് പുള്ളി ചെയ്യും എന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. സോ അതാണ് RCBയുടെ ബാറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അടിത്തറ, വിരാട് കോഹ്ലി ആൻഡ് ഫിൽ സോൾട്ട്. ഇനി താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ടിം ഡേവിഡിൻ്റെ അഭാവം തീർച്ചയായിട്ടും RCBയെ സംബന്ധിച്ച് ഉണ്ട്. അതുപോലെ തന്നെ RCBയെ സംബന്ധിച്ച് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഹേസൽവുഡും കൂടെ വരുമ്പോഴത്തേക്ക് പേസ് ബോളിംഗ് വളരെ സ്ട്രോങ് ആണെന്നുള്ളത്. ഇപ്പോൾ പഞ്ചാബിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേസ് ബോളിങ്ങിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം യാൻസനും കൂടെ പോകുമ്പോഴത്തേക്ക് അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ജാമിസൺ വരുമ്പോഴത്തേക്ക് എത്ര പെർഫോം ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് RCBയുടെ പേസ് ബോളിങ് ഈസ് ബെറ്റർ. അതുപോലെ തന്നെ RCBക്ക് ഒരു മൊമെൻ്റം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ബിഗ് മാച്ച് അത്രയും നന്നായിട്ട് ജയിച്ചു വന്നതുകൊണ്ട് ആ ഒരു മൊമെൻ്റം ഉണ്ട്. ഇനി RCBയുടെ ഒരു മൈനസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പിന്ന് തീർച്ചയായിട്ടും RCBക്ക് കഴിഞ്ഞ 2 മാച്ചായിട്ട് വളരെ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഒരുപക്ഷെ ക്യാപ്റ്റൻസിയുടെ ഒരു അഭാവം തീർച്ചയായിട്ടും അതിന് ഒരു കാരണമായേക്കാം. ഇപ്പോൾ ജിതേഷ് ശർമ്മ എങ്ങനെയാണ് ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ കണ്ടു, അത് വളരെ മോശമായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം സ്പിന്നേഴ്സും പെർഫോം ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ക്യാപ്റ്റൻസി. ജിതേഷ് ശർമ്മയുടെ ക്യാപ്റ്റൻസി കഴിഞ്ഞ 2 മാച്ചിൽ നമ്മൾ കണ്ടു, അത്യാവശ്യം മോശം തന്നെയായിരുന്നു. പട്ടീദർ ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ RCBയെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നം തന്നെയാണ്. പട്ടീദർ ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ച് വരണം. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലി ഏറ്റെടുക്കുമോ അറിയില്ല. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ പോലൊരു സീനിയറായിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ട്, ഒരു ബെറ്റർ ഓപ്ഷൻ ആയേക്കാം ജിതേഷ് ശർമ്മയെക്കാട്ടിലും. കാരണം ജിതേഷ് ശർമ്മ പതർന്ന് നമ്മൾ പലപ്പോഴും കണ്ടു ഈ ഒരു ബോളിങ്ങിൻ്റെ റൊട്ടേഷനിൽ പോലും. അതൊക്കെ എനിക്കൊന്ന് കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്യാവശ്യം ഒരു ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് തന്നെ അത് ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷേ അതിൽ പോലും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ RCB എന്താണ് കണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. സോ അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 2 ടീമിനെ തമ്മിൽ ഒന്ന് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ ആര് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ആര് കൂടുതൽ സ്ട്രോങ് എന്ന് പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ 2 ടീമും അതുപോലെ സ്ട്രോങ് ആണ്. 2 ടീമിനും അതിൻ്റേതായ പോസിറ്റീവ്സും അതുപോലെ തന്നെ ചെറിയ നെഗറ്റീവ്സും ഉണ്ട്. 2 ടീമിനും നല്ലൊരു പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലെയർ മിസ്സാവുന്നുണ്ട് ഈ മാച്ചിലേക്ക് വരുമ്പോൾ. അങ്ങനെ ഒരു ഇത് നോക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് 2 കാരണങ്ങൾ കൊണ്ട് ഒരു സ്ലൈറ്റ് എഡ്ജ് ഞാൻ പഞ്ചാബിന് കൊടുക്കും വിൻ ചെയ്യാനായിട്ട് ഈ ഒരു മാച്ചിൽ. അതിൻ്റെ കാരണം ഒന്ന് ക്യാപ്റ്റൻസിയാണ്. ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ക്യാപ്റ്റൻ അവർ കൊണ്ടുവന്നുള്ളത് ഒരു വലിയ ബിഗ് റീസണാണ്. RCBയെ സംബന്ധിച്ച് രജത് പട്ടീദർ അതുപോലെ തന്നെ നല്ലൊരു ക്യാപ്റ്റനായിരുന്നു. പക്ഷേ രജത് പട്ടീദർ ക്യാപ്റ്റനായിട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ റീസൺ ഹോം അഡ്വാൻറ്റേജ് ആണ്. അവർ 4 മാച്ച് ഈ സീസണിൽ അവിടെ കളിച്ചൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ്, അവർക്ക് കുറച്ചും കൂടെ കണ്ടീഷൻസിനെ റീഡ് ചെയ്യാനും മനസ്സിലാക്കാനുള്ളൊരു അഡ്വാൻറ്റേജ്, ഒരു പക്ഷേ സ്ലൈറ്റ് ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ടാകും. സോ ഈ ഒരു 2 റീസണിൻ്റെ പേരിൽ മാത്രം ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഞാൻ പഞ്ചാബിന് കൊടുക്കുകയാണ് വിൻ ചെയ്യാനായിട്ട്. പക്ഷേ ഐ വിൽ ലവ് ടു സീ RCB വിൻ. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പഞ്ചാബ് ജയിച്ചാലും ഐ വിൽ ബി ഹാപ്പി. ഈ 2 ടീമിൽ ഏത് ടീം ജയിച്ചാലും എനിക്ക് അത്ര വെറി ഉണ്ടാകത്തില്ല. കാരണം 2 ടീമും ഡിസേർവിങ് ആയിട്ടുള്ള ടീമാണ്. 2 ടീമിലും ഒരു സൈഡിൽ വിരാട് കോഹ്ലി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഇത്രയും വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു ടീം, അപ്പുറത്തെ സൈഡിൽ ശ്രേയസ് അയ്യർ എന്ന് പറഞ്ഞൊരു പ്ലെയർ, പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലെയർ. കാരണം കഴിഞ്ഞ വർഷം കപ്പെടുത്ത് കൊടുത്തിട്ട് അവിടുന്ന് പുറത്താവേണ്ടി വന്ന ഒരാൾക്ക് ഈ ഒരു വർഷം വീണ്ടും പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ള ഒരു ശ്രേയസ് എന്ന് പറഞ്ഞ ഒരാൾ. അങ്ങനെ പല പല റീസൺസ് 2 ടീമിലും ഉണ്ട്. അതുകൊണ്ട് ഏത് ടീം ജയിച്ചാലും ഐ വിൽ ബി
ബി ഹാപ്പി. സോ ആര് ജയിച്ചാലും നേരെ ഫൈനലിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. RCBക്ക് തുഷാരെ കളിപ്പിക്കാനുള്ള ഒരു ഐഡിയയുടെ കാര്യം ഞാൻ പറഞ്ഞു. RCB ഫസ്റ്റ് ബാറ്റ് ചെയ്യണം, അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ടീം തന്നെ കളിപ്പിക്കണം. പക്ഷേ റൊമാരിയോ ഷെപ്പേർഡിനെ നമ്മൾ 11 ഇടാതെ ഇമ്പാക്ട് സബ്ബായിട്ട് വെക്കുക, കൂട്ടത്തിൽ തുഷാരയും കൂടെ ഇമ്പാക്ട് സബ്ബായിട്ട് വെക്കുക. റൊമാരിയോ ഷെപ്പേർഡ് ബാറ്റിങ്ങിന് ഇറങ്ങാത്ത രീതിയിൽ RCBക്ക് ബാറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് തുഷാര. അതായത് റൊമാരിയോ ഷെപ്പേർഡിനെ യൂസ് ചെയ്യാതെ തുഷാരെ ബോളിങ്ങിലേക്ക് വരുമ്പോൾ തുഷാര ഇമ്പാക്ട് സബ്ബായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ RCBക്ക് ഉണ്ട്. ഇല്ലാതെ എന്ത് ചെയ്താലും അവരുടെ ഒരു കോമ്പിനേഷൻ അവർക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് വരും. അങ്ങനെ ചേഞ്ച് ചെയ്യുമോ RCB എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട് തുഷാരയും ഹേസൽവുഡും കൂടെ ഈ ഒരു ബോളിംഗ് ലൈനപ്പിലേക്ക് വരണമെന്ന്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് കോൺസിക്വൻസസ് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് അവർക്കാണ്, മീൻസ് കോച്ചസ് അവരുടെ സ്റ്റാഫ്സിന് അത് നന്നായിട്ട് അറിയാം. കാരണം അവരുടെ ഒരു മൊമെൻറ്റം കൊണ്ടുവന്ന് അവരുടെ ടീം എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. സോ അതിന് ഒരു ഇളക്കം തട്ടാതെ ആയിരിക്കും അവർ ടീം ഇടുന്നത്. സോ അവരാണ് അതിന് ഏറ്റവും പ്രാപ്തരായിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാനോ പറ്റത്തുള്ളൂ. സോ ലെറ്റ് സീ ദാറ്റ്. എന്തായാലും നമുക്ക് ഈ ഒരു മെഗാ കോണ്ടസ്റ്റിലേക്ക്, ഈ ഒരു മാച്ചിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. അപ്പോൾ നാളെ ഈ ഒരു മാച്ച് കഴിഞ്ഞിട്ട് റിവ്യൂമായിട്ട് വീണ്ടും കാണാം. വളരെ എക്സൈറ്റഡ് ആണ് ഈ മാച്ചിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ നാളെ ഈ മാച്ചിൻ്റെ റിവ്യൂവിൽ കാണുന്നവരെ ബൈ.